ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമാണ് കടന്നു പോകുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കും. അസാധ്യമെന്ന് പറഞ്ഞതെല്ലാം സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതോടെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തവരെ അനുസ്മരിച്ചാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത്. അടിമത്തത്തിനെതിരെ നടന്നത് ഐതിഹാസികമായ പോരാട്ടമെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. അടുത്ത കാലത്ത് പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ ഓർക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. इस वर्ष और पिछले कुछ वर्षों से प्राकृतिक आपदा के कारण हम सबकी चिंता बढ़ती चली जा रही है. प्राकृतिक आपदा में अनेक लोगों ने अपने परिवारजन खोए हैं, संपत्ति खोई है, राष्ट्र ने भी पारावार नुकसान भोगा है. 2047 വികസിത ഭാരതം പ്രധാന ലക്ഷ്യമാണ്. എല്ലാ പൗരന്മാരുടെയും സ്വപ്നം പ്രതിഫലിക്കുന്നതാവണം വികസിത ഭാരതം. രാഷ്ട്രമാണ് വലുതെന്നും എല്ലാം ചെയ്യുന്നത് രാഷ്ട്രഹിതത്തിനായാണെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. हम समृद्ध भारत बना सकते हैं. हम 2047 विकसित भारत का लक्ष्य प्राप्त कर सकते हैं. अगर 40 करोड़ देशवासी अपने पुरुषार्थ से, अपने समर्पण से, अपने त्याग से, अपने बलिदान से आजादी दे सकते हैं, आजाद भारत बना सकते हैं, तो 140 करोड़ देशवासी उसी भाव से समृद्ध भारत भी बना सकते हैं. ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണ്. ഉൽപാദനത്തിന്റെ ഹബ്ബായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം ഉടൻ മാറുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 24/7 और 2047 इस प्रतिबद्धता के साथ आइए मैं देशवासियों का आह्वान करता हूं. हमारे पूर्वजों ने जो सपने देखे थे, उन सपनों को हम संकल्प बनाए, अपने सपनों को जोड़े, अपने पुरुषार्थ को जोड़े और 21वीं सदी जो भारत की सदी है, उस सदी में स्वर्णिम भारत बना के रहें, उसी सदी में हम विकसित भारत बना के रहें और उन सपनों को पूरा करते हुए आगे बढ़े. 75 साल की यात्रा के बाद एक नए मुकाम पर बढ़ रहा है, तब हम कोई कोर कसर न छोड़े. और मैं आपको विश्वास दिलाता हूं, आपने मुझे जो दायित्व दिया है, मैं कोई कोर कसर नहीं छोड़ूंगा. मैं मेहनत में कभी पीछे नहीं रहूंगा. मैं साहस में कभी कतराता नहीं हूं. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കടുത്ത നടപടി സ്വീകരിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. സ്ത്രീകളോട് അതിക്രമം കാട്ടിയാൽ നിലനിൽപ്പില്ലെന്ന രീതിയിൽ നടപടി വേണമെന്നും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. भारत माता की वंदे 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 वंदे. ജനം, ഡൽഹി,